നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കണ്ട ദൃശ്യങ്ങൾ, ഞാൻ കണ്ട ദൃശ്യങ്ങളാണ് തെളിവ്. ഒരു ദൃശ്യത്തിലും ആ KSU നേതാവോ എൻ്റെ ആ കണ്ണൂരിലെ പിള്ളമാർ എനിക്ക് അറിയുന്നതും, എനിക്ക് വ്യക്തിപരമായി അറിയുന്നതാണ് അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷൻ, മറ്റേ എല്ലാവരും ആ ദൃശ്യങ്ങൾ കണ്ടത് അവരാക്രമിക്കുന്ന ഒരു ദൃശ്യമില്ല. ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അവർ കൊടിയെടുത്ത് വരുമ്പോൾ പോലീസാണ് ചുറ്റുവട്ടമുള്ളത്. അതിൻ്റെ മേലെ ഒരു സീനിയറായിട്ടുള്ള നേതാവ് MV ജയരാജൻ പറയാ അവർ കൊല്ലാൻ നോക്കിയെന്ന്. എന്ത് നോൺസെൻസ് പ്രസ്താവന ഇത്! അദ്ദേഹം പറയും, കണ്ടോ ആ ഒരു കറുപ്പ് കൊടി മാഡത്തിന്റെ അടുത്തുണ്ടായിരുന്നു, മന്ത്രിന്റെ അടുത്തുണ്ടായിരുന്നു എന്ന്. അതാരായിരുന്നു? വീണ ജോർജിന്റെ ഗൺമാൻ, സഫാരി സൂട്ടിട്ട ഗൺമാൻ. എന്നിട്ട് അത് കറുത്ത കൊടി. എന്ത് കള്ള പറയുന്നത്! ലജ്ജപരമായ കാര്യമാണിത്. മുഖ്യമന്ത്രി, അവര് വലിയ വലിയ സീനിയർ നേതാവുകൾ ഇങ്ങനത്തെ കള്ളം പറഞ്ഞിട്ട് ഈ കുട്ടികളെ മേലെ, KSU അധ്യക്ഷന്റെ മേലെ, മറ്റവരുടെ മേലെ ആരോപണം ഇടുന്നത് കള്ള ആരോപണമാണ് ഇത്. അവർക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് അവർ തോൽക്കുമെന്ന്. അതിന് വേണ്ടിയിട്ട് അവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്ന്. ഐ വുഡ് കോൾ ഇറ്റ് ഷെയിം. അതും ഒരു മന്ത്രി ഇത്ര കൊല്ലമായിട്ട് അവരും ഈ ഡ്രാമ കളിക്കുന്നെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ലജ്ജപരമായ കാര്യമാണ്. പൊളിറ്റിക്കൽ ഡ്രാമ. അതിന്റെ മേലെ ഇവർ ആക്രമിക്കുക, ഞങ്ങൾ ഓഫീസ് കത്തിക്കുക, ഞങ്ങൾ കല്ലെറിയുക. ഇത് എന്ത് ആക്രമ രാഷ്ട്രത്തിന്റെ അർത്ഥം ഡിക്ഷണറിയിൽ CPIM എന്നാണ്, വേറൊന്നുമല്ല. മാം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ VD സതീശൻ അടക്കം ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇങ്ങനെ പ്രതിഷേധത്തിനിടയിൽ ഉണ്ടാവുന്ന ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള തെളിവുകളോ ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുകയാണെങ്കിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. അത് തന്നെ അല്ല, VD സതീശൻ പറഞ്ഞ ശരിയാന്ന്. എവിടെയാന്ന് തെളിവ്? ആരെങ്കിലും കാണിച്ച നമുക്ക് ആക്രമിക്കുന്ന തെളിവ് കാണിക്കൂ ദൃശ്യങ്ങളിൽ. അതല്ല ഞാൻ പറയുന്നത്. പ്രതിഷേധം ഞങ്ങൾ കേരളയിൽ കാണുക, അവർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം സാധാരണ പ്രതിഷേധം ചെയ്യുന്നത് ഞാൻ കണ്ടതാ. ആ കുട്ടികൾ കയറി വരുന്നു കൊടിയേറ്റിട്ട്, അവരെ ചുറ്റുവട്ടും ആരാ? പോലീസാ. ഈ പോലീസാന്ന് എനിക്ക് സംശയം കുത്തിയിട്ടതെന്ന്. പോലീസ് തള്ളിയിട്ടതാണ് മന്ത്രിനെ. അതാ പറ്റിയത്. എന്നിട്ട് KSU പിള്ളേരെ മുകളിലിടാ. ഈ MV ജയരാജന് ഇന്ന് ശരിക്കും അറസ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ കള്ളം പറഞ്ഞതിന്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ MV ജയരാജനെ ഇടേണ്ടത്. ഇന്ന് എന്താ ആരോപണം വന്ന് കൊല്ലാൻ നോക്കിയെന്നോ? അദ്ദേഹത്തിന് ആദ്യം അറസ്റ്റ് ചെയ്യൂ, MV ജയരാജന്. ഈ കുട്ടികൾ, KSU കുട്ടികൾ, KSU ജില്ലാ അധ്യക്ഷൻ എല്ലാം നിരപരാധിയാണ്. ഞാൻ ഇന്ന് പറയാം. തെളിവ് നമ്മൾ കണ്ടല്ലോ, നിങ്ങൾ കണ്ടു, ഞാൻ കണ്ടു. അവര് സൂം ചെയ്തുള്ള തെളിവ് കറുത്ത സഫാരി സൂട്ടിന്റെ ഇത് കണ്ടിട്ട് പറയാ കൊടിയാന്ന്, കറുത്ത കൊടി. ആ കൊടിയാവൂല, കൊടി തട്ടിയിട്ട് കഴുത്ത് ഇതായിപ്പോയി. അല്ല, ഞാനും ഒരു ഡോക്ടറാ, നമുക്കറിയാം എങ്ങനെയാന്ന് കഴുത്തിൽ പരിക്ക് വരാൻ പറ്റുന്ന. ഇത് കള്ളമാണ്. തോൽക്കാൻ പോകുമ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വരും. അഭിനയം, ഡ്രാമ. അയ്യോ, ICUല് ഇട്ടിരിക്കുക. പിന്നെ വേറെന്താന്ന് പറയാൻ? തോൽക്കാൻ പോകുമ്പോ ഇതല്ലായിരിക്കുമല്ലോ ഡ്രാമ. നിങ്ങൾ സത്യസന്ദർഭമായിട്ട് പറയണം, ഇതാണ് നടന്നത്. ദൃശ്യങ്ങൾ കാണിക്കൂ, തെളിവ് കാണിക്കൂ. VD സതീശൻ പറഞ്ഞ പോലെ തെളിവ് കാണിക്കൂ. ഞങ്ങൾക്ക് എവിടെ തെളിവ്? തെളിവില്ലാണ്ട് ഞങ്ങൾ എന്തിനാ ആ പാവം കുട്ടികളെ അവരെ മേൽ നിങ്ങൾ ആരോപണം ഇടുന്നത്? തെളിവ് കാണിച്ചിട്ടാ ഞങ്ങൾ എന്ത് നടപടിയും എടുക്കാൻ. നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ നടപടി എടുത്തൊരു MLA മേലെ. ഞങ്ങൾ അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.